ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വാഴയിലയിൽ പൊള്ളിച്ച മീൻ ഉണ്ടാക്കാം. ഞാനിവിടെ 2 കരിമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊരു മസാല തയ്യാറാക്കാം. മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഈ പൗഡർ എല്ലാം കൂടെ ചേർത്തൊരു മസാല തയ്യാറാക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വിനാഗിരി. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതിനെ ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഈ ഫിഷിൽ പുരട്ടി വയ്ക്കാം. ഇനി ഒരു അരമണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മസാലയെല്ലാം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാനൊരു പാന് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് 1-2 കറിവേപ്പില വയ്ക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ മീൻ വറുത്തെടുക്കാം. ഒരു 3/4 ഭാഗം വേവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് ബാക്കി കുക്ക് ചെയ്യാനുള്ളതാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നമുക്ക് ഒരു സൈഡ് കുക്കായി കഴിഞ്ഞ ശേഷം മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. ഫിഷ് ഏകദേശം ഒരു 3/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്കെടുക്കാം. നമുക്കിനി വാഴയില പൊതിയാൻ ഒരു മസാല തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 1 ടൊമാറ്റോ, 1 സബോള ചെറുതായിട്ട് അരിഞ്ഞത്, 7 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, കറിവേപ്പില ആവശ്യത്തിന്, 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര്, തേങ്ങാപ്പാൽ. ഇനി നമുക്കിതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സബോള അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനൊരു 3-4 മിനിറ്റായിട്ട് ഈ ഉള്ളി വഴറ്റുന്നുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇതിനാവശ്യമായ ഉപ്പ്, പെരിഞ്ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒനിയൻ എല്ലാം ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ടൊമാറ്റോ അരിഞ്ഞതിടാം. ടൊമാറ്റോ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര്. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു വാഴയില വാട്ടിയെടുക്കാം.
ഇപ്പം ഞാൻ ആ വാട്ടിയ ഇലയുടെ നടുക്കോട്ട് ഒരു ചെറിയ പീസ് ഇല വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഇനി നമുക്ക് ഒന്നുകൂടെ പൊള്ളിക്കാനുള്ളതാണ്, അത് കരിഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പം ഒരു 2 തണ്ട് കരിയാപ്പില, കുറച്ച് മസാല, ഇനി ഈ കരിമീൻ. നമുക്കിത് ഏത് ടൈപ്പ് കട്ടിയുള്ള മീൻ വെച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പോംഫ്രെറ്റ്സോ തിലാപ്പിയയോ ഒക്കെ നമുക്കിതിന് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു ലെയർ ആ മസാല ഈ മീനെ പുരട്ടി വയ്ക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. ഇനി ഇത് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ആ വാഴയുടെ നാര് വെച്ച് തന്നെ ഇതിനെ ഒന്ന് കെട്ടിവെക്കാം. ഇപ്പം ഞാൻ ആ 2 മീനും ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ഈ പൊതി ഇതിനകത്ത് ഇറക്കി വെക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. വീണ്ടും അടച്ചു വെച്ച് മറ്റേ സൈഡിലൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ട്രേയിലോട്ട് മാറ്റാം. Thank you for watching. Try it and enjoy.